ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആക്കാം വൈകുന്നേരത്തേക്ക്. മസാല പുരട്ടി വെച്ചാൽ വൈകുന്നേരം എയർ ഫ്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടി തുടങ്ങിയതായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൊണ്ട് ചില്ലറ പണിയൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നോക്കുകയായിരുന്നു തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരു മിക്സിയൊക്കെ എടുത്ത് വെച്ച്, പക്ഷെ അതിൽ സാധനം ഇടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടു, കറിവേപ്പില എന്തൊക്കെ ഇട്ടു, കിട്ടുന്നതൊക്കെ ഇട്ടു മസാലയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ചിക്കനിലോട്ട് ആ മസാല അങ്ങ് തേക്കുക. മസാല തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിട്ടില്ല. മസാല അരച്ചത് നേരെ നമ്മളതിലേക്ക് ചേർക്കുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടണം, കുറച്ചല്ല കണക്കായിട്ടുള്ള ഉപ്പിടണം. അപ്പോൾ ഞാൻ ഉപ്പ് പൊടിച്ചിടുന്നു, പിന്നെ ചെറുനാരങ്ങ പിഴിയുന്നു, പിന്നെ അത് മിക്സ് ചെയ്തു, പിന്നെ അതൊരു പാത്രത്തിലാക്കുന്നു. പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി. വൈകുന്നേരത്തേക്കല്ലേ ഞങ്ങൾക്ക് വേണ്ടൂ, അതുകൊണ്ട് അത് മെല്ലെ ഫ്രിഡ്ജിൽ കയറ്റി. വൈകുന്നേരം ആകുമ്പോൾ അത് പുറത്തെടുത്തു. അതിന് മുന്നേ തന്നെ ഏട്ടൻ്റെ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ആക്കിയത് അത് പുറത്തെടുക്കണം, അതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്തു, എയർ ഫ്രൈ ആയിരുന്നു. നമ്മളെ സാധനം അതിലോട്ട് കയറ്റി. പിന്നെ ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു വെളിച്ചെണ്ണ, അതാകുമ്പോൾ കുറച്ച് നല്ലോണം പൊരിഞ്ഞ് കിട്ടും. അപ്പം ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് മറിച്ചിട്ടതിന് ശേഷം ഞാൻ ആദ്യം ഒരു 10 മിനിറ്റും കൂടി ആക്കി വെച്ച് ഞാനിവിടെ ജിമ്മിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പോൾ എങ്ങനെ ഇട്ടിട്ടും ഇങ്ങനെ വീഴുന്നുള്ളൂ. പിന്നെ എന്താ ചെയ്യണം? അപ്പോൾ അങ്ങനെ മോൻ മറ്റേ ഷൂ എടുത്ത് തരാം, ഇതിട്ടോന്നും പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ ആൾ വന്നിട്ട് നമുക്ക് ഇട്ട് തരാം, എന്താ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ പോയിക്കോ എന്ന് പറയുന്ന ആളാണ് എന്ന്. ഭയങ്കര സ്നേഹം. അങ്ങനെ വേഗം ഡോറൊക്കെ തുറന്നു തരാം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കാൻ പറ്റാണ്ട് അമ്പാടി വെയിറ്റ് ചെയ്യാം. ഞാനും ഇങ്ങനെ കാത്തു നിൽക്കുക, എപ്പോഴാണ് തുറക്കാം. അപ്പോഴാണ് നമ്മുടെ അമ്പുവിൻ്റെ എൻട്രി. അമ്പു വരുന്നു, ഡോറ് തുറക്കുന്നു, എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ വേഗം ടാറ്റൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാടും അടി തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് നേരം മിററിൽ, ഇപ്പോൾ ഇതെൻ്റെ ഒരു ഇഷ്ട വിനോദമായിട്ട് മാറിയിട്ടുണ്ട് ഈ മിററിലുള്ള പരിപാടി. അങ്ങനെ പിന്നെ ഞാൻ ജിമ്മിൽ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോയി. ഇതാണ് ഒരു ട്രെയിനർ, ഇതാണ് വേറൊരു ട്രെയിനർ, ഈ കാണുന്ന വലമ്പെടുത്തൊക്കെ ഉള്ളൂ. ഇത് ട്രെയിനറല്ല കേട്ടോ, ഇത് വീഡിയോ എടുക്കുന്നത് മനസ്സിലായപ്പോൾ എല്ലാവരും ഭയങ്കര ഗൗരവത്തിലായതാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തു, കുറച്ച് കാർഡിയോ ചെയ്തു. പിന്നെ എനിക്കന്ന് ചെസ്റ്റായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയി വേഗം തന്നെ. 1 മണിക്കൂർ അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചെത്തും. പിന്നെ അങ്ങനെ വീട്ടിലെത്തി, അതിൽ സെക്കൻഡ് സെറ്റ് തുറന്നു നോക്കി. അങ്ങനെ അതും കഴിച്ച് കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. ബായ്.